നെക്സ്റ്റ് ടോപ്പിക്കാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് സാധാരണ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുന്നത് ഒരു എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് എന്നുള്ള ഫോമാറ്റിലായിരിക്കും. ഓക്കെ, അതായത് ഒരു ഫംഗ്ഷൻ്റെ പവറിൽ മറ്റൊരു ഫംഗ്ഷൻ വരുവാണെങ്കിലാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂളിൽ എന്താ പഠിച്ചിരുന്നത്? ഒരു ഫംഗ്ഷൻ്റെ അകത്ത് എക്സിൻ്റെ പ്ലേസിൽ വേറൊരു ഫംഗ്ഷൻ വരുമ്പോൾ, അതുപോലെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് വൈ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഇവിടെ എങ്ങനെയാണ് വരിക? വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് റൈസ് ടു ജി ഓഫ് എക്സ് എന്നുള്ള രീതിയിലാണ് വരിക. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ y is equal to x raised to x. If y is equal to x raised to x, then find dy by dx. അപ്പോൾ നോക്കിക്കോളൂ, ഇവിടെ y തന്നിരിക്കുന്നത് എന്താ? x എന്ന് പറയുന്നതും ഒരു ഫംഗ്ഷനാണ്, റൈസ് ടുള്ള എക്സും എന്താണ്? ഫംഗ്ഷനാണ്. രണ്ടും വേരിയബിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടത്? ലോഗരിതമിക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നത്. അതിനു മുമ്പേ നമ്മൾ പഠിച്ച ഒരു കാര്യം എന്താണെന്നറിയോ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്താ നമ്മൾ പഠിച്ചില്ലേ? എന്താ? എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് എന്തായിരുന്നു? ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ലോഗ് എ, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, എൻ എന്ന് പറയുന്ന ഒരു നമ്പർ. അതുപോലെ ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്, എക്സ് എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. പക്ഷെ നമുക്ക് എക്സ് റേസ് ടു എക്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ സാധനം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ ഇത് രണ്ടും ഉപയോഗിക്കാൻ നമുക്കിവിടെ സാധിക്കില്ല. മനസ്സിലായോ? ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ ഡി വൈ ബൈ ഡി എക്സ് കാണാനായിട്ട് പറയുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ബോത്ത് സൈഡ്സ് ലോഗ് എടുക്കണം. അതായത് ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്താ വരിക? ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു എക്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ലോഗിന്റെ റൂള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞോന്ന് ഓർമ്മയില്ല. ലോഗിന്റെ റൂൾ ഉണ്ട്. ലോഗ് എന്താ പറയുക? എ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എ ആണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും വിചാരിക്കുന്നു. ലോഗ് എ റേസ് ടു എക്സ് നമ്മൾ എങ്ങനെ എഴുതാം? എക്സ് ലോഗ് എ എന്നാണ് എഴുതുക. അപ്പോൾ ഇവിടെ അതുപോലെ എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ് എന്നാവും അല്ലേ? ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എക്സ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബോത്ത് സൈഡ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെ നോക്കണം? നമുക്ക് തന്നിരിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഡി ബൈ ഡി എക്സ് ആണ് ബോത്ത് സൈഡ്സ് എടുക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ is equal to d by dx of x log x എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇവിടെ നോക്കിക്കോളൂ, വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്തിനാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്? വൈനെയാണ് ഡിഫറൻഷിയേറ്റ്. അപ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 by y കൂടെ എന്തും കൂടെ എഴുതണം? ഡി വൈ ബൈ ഡി എക്സ് എന്നും കൂടെ എഴുതണം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ? യു ആൻഡ് വി എന്താ അപ്ലൈ ചെയ്യേണ്ടത്? പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വരിക? ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവായ 1 ഇങ്ങനെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിന് തന്നെ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഡി വൈ ബൈ ഡി എക്സിനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് ഉള്ളതൊക്കെ ഒരുമിച്ചാക്കണം. അതിന് മുമ്പേ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ മാത്രമേ ഡി വൈ ബൈ ഡി എക്സ് ഉള്ളൂ. ഇവിടെ എക്സിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് മാത്രം നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1 by y dy by dx is equal to 1 plus log x. log x into 1 അത് തന്നെയാണല്ലോ. അപ്പം ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? dy by dx is equal to ഈ ഡിനോമിനേറ്ററിലുള്ള y അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? ന്യൂമറേറ്ററിലേക്ക് വരും. y into 1 plus log x എന്ന്. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെയാണ് നമ്മൾ എന്താ y is equal to x raised to xൻ്റെ dy by dx ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. y is equal to എക്സ് റേസ് ടു സൈൻ എക്സ് ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ചെയ്യുന്നത് പോലെ രണ്ട് സൈഡ്സും ലോഗ് എടുക്കുമ്പോൾ ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. വീണ്ടും നമുക്ക് എന്തറിയാം?
ഈ പറഞ്ഞ പോലെ log a raised to x is equal to x log a എടുക്കാം. അപ്പൊ എന്ത് വരും? log y is equal to sin x log x. ഇനി എന്ത് ചെയ്യണം? ഡെറിവേറ്റീവ് കാണണം. അപ്പൊ എന്ത് ചെയ്യാം? d by dx of log y is equal to d by dx of sin x log x, which is equal to ഇവിടെ എന്ത് വരും? d by dx of log y എന്ന് പറഞ്ഞാൽ 1 by y dy by dx equal to ഇവിടെ product rule first function sin x into derivative of log x 1 by x plus second function log x into derivative of sin x cos x. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? dy by dxനെ അവിടെ നിർത്താം. dy by dx is equal to sin x divided by x plus log x cos x ഇങ്ങനെ വരും. ഇനി ഈ y അങ്ങോട്ട് പോകുമ്പോൾ എന്താ വരും? ഇൻറ്റു ഒരു വൈയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ dy by dx എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. ഇവിടെ ഫൈനൽ ആൻസറിൽ നമ്മൾ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ നമ്മൾ എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്? dy by dx is equal to y into 1 plus log x അല്ലേ. ഇവിടെ ഈ വൈക്ക് നമ്മൾ y ഈക്വൽ ടു എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ? എക്സ് റേസ് ടു എക്സ്. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് dy by dx is equal to എങ്ങനെയാ വരാം? എക്സ് റേസ് ടു എക്സ്, ആ വൈയുടെ പ്ലേസിൽ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ് എന്ന് വരും. ഇതാണ് ഫൈനൽ ആൻസർ. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതാ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? y ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. dy by dx is equal to എന്താ? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് cos x ഇൻറ്റു നമ്മൾ ഇവിടുത്തെ y എന്തായിരുന്നു? എക്സ് റേസ് ടു സൈൻ എക്സ്. അതായത് എല്ലാം ഇൻ ടേംസ് ഓഫ് എന്താ? എക്സ് ആയിരിക്കണം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾക്ക് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, y is equal to x raised to x ആണ് തന്നിട്ടുള്ളത്. ഫൈൻഡ് dy by dx ആണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ x raised to x നോക്കി. അതെന്താ? ഒരു ഫംഗ്ഷൻ്റെ പവറിൽ മറ്റൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെയും പവറിൽ മറ്റൊരു ഫംഗ്ഷൻ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അതുപോലെ തന്നെ ചെയ്യാം, പക്ഷേ ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണിത്. അപ്പോൾ എന്താ വരിക? ലോഗ് y is equal to log x raised to x. അപ്പോൾ ഇത് നമ്മൾ ഒരൊറ്റ പവറിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇപ്പം തൽക്കാലം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺസിഡർ ചെയ്യണം, ഈ എക്സ് റേസ് ടു എക്സ് ഒരുമിച്ച്. ഓക്കെ, പിന്നെ നമ്മൾ അറിയാലോ എന്താണ്? ലോഗ് എ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ലോഗ് എ, അല്ലെങ്കിൽ എ റേസ് ടു ബി എന്ന് എഴുതാം. എ റേസ് ടു ബി ഇസ് ഈക്വൽ ടു ബി ലോഗ് എ, ഇങ്ങനെയല്ലേ നമ്മൾ എഴുതാറ്? അപ്പോൾ അതുപോലെ ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ എന്താ വരിക? ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് വരും. ഇതുവരെ കിട്ടി. ഇനി നോക്കൂ, ഇവിടെ എഗെയിൻ എന്താണുള്ളത്? ഒരു ഫംഗ്ഷന്റെ പവറിൽ മറ്റൊരു ഫംഗ്ഷനാണ് ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു തവണയും കൂടെ ലോഗ് കൺസിഡർ ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് എടുക്കാം ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്താ വരിക? എഗെയിൻ ഇതിൽ ഒരു ലോഗും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ലോഗ് ഓഫ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ലോഗ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ്, ഇങ്ങനെ വരും. ലോഗ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ് എന്ന് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ലോഗ് ഇൻറ്റു ലോഗ് വൈ എന്ന് വന്നു. ഇവിടെ ലോഗ് എക്സ് റേസ് ടു എക്സ് ലോഗ് എക്സ്. ഇവിടെ എന്ത് ഫോർമാറ്റിലാണ് ഉള്ളത്? ലോഗ് ഓഫ് ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് എ ബി എന്നുള്ള ഫോർമാറ്റിലല്ലേ ഉള്ളത്? നമുക്കറിയാം ലോഗ് എ ബി നമ്മൾ റൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ലോഗ് എ ബി എന്ന് വെച്ചാൽ എന്താണ്? ലോഗ് എ ബി ഇസ് ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. ലോഗ് എ ഈക്വൽ ടു ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പം അതുപോലെ നമുക്ക് ഇത് എയും ഇത് ബിയും ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് ലോഗ് വൈ ഈക്വൽ ടു ഇവിടെ എന്ത് എഴുതാം? ലോഗ് എക്സ് റേസ് ടു എക്സ് പ്ലസ് ലോഗ് ഓഫ് ലോഗ് എക്സ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വീണ്ടും എന്താ നമുക്ക് വന്നിരിക്കുന്നത്? ലോഗ് എ റേസ് ടു ബി എന്നുള്ള ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വീണ്ടും ഈ ലോഗ് എ റേസ് ടു ബി ഈക്വൽ ടു ബി ലോഗ് എ എന്നുള്ള ഫോർമാറ്റിലേക്ക് മാറ്റുമ്പോൾ എക്സ് ലോഗ് എക്സ് പ്ലസ് ലോഗ് ലോഗ് എക്സ് ഇവിടെ ലോഗ് ലോഗ് വൈ ഇങ്ങനെ കിട്ടും.
അപ്പോൾ നമ്മളെല്ലാം ക്ലിയർ ആക്കി അല്ലേ, ലോഗിൻ്റെ എല്ലാം പവറൊക്കെ മാറ്റി ക്ലിയർ ആക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു വെച്ചാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് എഴുതാം? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എന്താ ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ നോക്കുക, dy by dx ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് സൈഡും ഡി ബൈ ഡി എക്സ് എടുത്ത് നോക്കാം. അപ്പോൾ എന്താ വരിക? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ is equal to d by dx of x log x plus log x. ഇങ്ങനെ കിട്ടും. ആദ്യം രണ്ട് സൈഡും ലോഗ് എടുത്തു. അടുത്ത് ചെയ്യേണ്ടത് നോക്കിക്കോളൂ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ. ലോഗിന്റെ കൂടെ ഒരു എക്സ് ആണ് വരേണ്ടിയിരുന്നത്. ഇവിടെ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? ലോഗ് വൈ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. ആ എക്സിന് പകരമാണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? ലോഗ് വൈ തന്നിരിക്കുന്നത്. അപ്പൊ 1/log y. പിന്നെ എന്താ ചെയ്യേണ്ടത്? ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ഒന്നും കൂടെ കാണണം. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ എന്ന് പറഞ്ഞാൽ 1/log y ഇൻറ്റു d by dx of log y. ഒന്നുകൂടെ ചെയ്തു. അതുപോലെ ഇവിടെ ഡി ബൈ ഡി എക്സ് രണ്ട് സൈഡും കൊടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ലോഗ് എക്സ് പ്ലസ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. കിട്ടിയില്ലേ? ഇനി ഇവിടെ നോക്കുക, 1/log y അതുപോലെ തന്നെ വെച്ചു. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താ? 1/x ആണ്. അപ്പോൾ ലോഗ് വൈ എന്ന് പറയുമ്പോൾ ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ആയ 1/y കൂടെ എന്തുകൂടെ എഴുതണം? dy ബൈ ഡി എക്സ് കൂടെ എഴുതണം. ഈക്വൽ ടു ഇവിടെ എന്താ? ഇവിടെ രണ്ട് പ്രൊഡക്റ്റ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്, യുവും വിയും ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് 1 പ്ലസ് ഇവിടെ എന്താണ്? ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ ആണ്. ലോഗ് ഓഫ് ലോഗ് എക്സ് ആണ് വന്നിരിക്കുന്നത്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ ലോഗ് ഓഫ് ലോഗ് എക്സ് എന്താ? 1/log x. മനസ്സിലാവുണ്ടല്ലോ അല്ലെ? അതായത് ലോഗ് എക്സിന്റെ ആ പ്ലേസിലാണ് ഇവിടെ ലോഗ് എക്സ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x എന്ന് എഴുതുന്ന പോലെ ഇവിടെ നമുക്കുള്ള ഫംഗ്ഷൻ എന്താ? ലോഗ് എക്സ് ആണ്, 1/log x. പിന്നെ എന്തുകൂടി ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. അത് നമുക്ക് ഡയറക്റ്റ് എഴുതാം. ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് എന്താ? 1/x ആണ്. മനസ്സിലായില്ലേ? ഇനി നോക്കാം, ഇനി നമുക്കിവിടെ എന്താ ഉള്ളത്? 1/log y 1/y dy ബൈ ഡി എക്സ് എന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് y log y എന്ന് എഴുതാം. ഡിനോമിനേറ്ററിൽ 1/, അല്ലെങ്കിൽ 1/log y 1/y തന്നെ എഴുതിക്കോളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ? എക്സ് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോഗ് എക്സ് ഉണ്ട്, പ്ലസ് ഇവിടെ 1/x log x എന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? dy ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? dy ബൈ ഡി എക്സിനെ അവിടെ നിർത്തുക. dy ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ലോഗ് എക്സ് പ്ലസ് 1/x log x. ഇത്രയും ഇവിടെ ഉള്ളത്. ഇനി ഇതിന്റെ ഡിനോമിനേറ്റർ ഉള്ളത് ഇവിടെ എന്ത് പോവും? ന്യൂമറേറ്ററിലേക്ക് പോവും. അപ്പൊ ഇൻറ്റു എന്താണ്? y log y എന്ന് വരും അല്ലെ? ഇൻറ്റു y log y എന്ന് വരും. x log x പോയിട്ട് y log y എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു log x പ്ലസ് 1/x log x ഇൻറ്റു ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? വൈക്ക് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. നോക്കൂ, ക്വസ്റ്റ്യനിൽ എന്താ ഉണ്ടായിരുന്നു? y x raised to x ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? x raised to x log x raised to x. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ.